സ്ത്രീകളെ തടഞ്ഞു വെക്കുകയും പരസ്യ വിചാരണ നടത്തുകയും ചെയ്ത തീവ്ര മതവാദികൾക്കെതിരെ കേസെടുക്കണമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. അല്ലാത്തപക്ഷം മതസ്വാതന്ത്ര്യത്തെയും പൗരസ്വാതന്ത്ര്യത്തെയും വിചാരണ ചെയ്യാൻ അവർ വീണ്ടും രംഗത്തെത്തും. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ആശ്വാസകരമെന്നും ഓർത്തഡോക്സ് സഭ അറിയിച്ചു. പേരുകളുമായി ഷിജോ കുര്യൻ ചേർന്നു. ഷിജോ, എന്താണ് അവരുടെ പ്രതികരണം? ധന്യ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് ആർത്തട്ടർപ്പിച്ച കൂട്ടർക്ക് സമരായവർ ഇപ്പോഴും സ്വതന്ത്രരായി പുറത്തു നിൽക്കുകയാണ്. അവർക്കെതിരെ കേസെടുക്കാൻ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് തയ്യാറാകണം എന്നുള്ള ഒരു പ്രതികരണമാണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 9 ദിവസത്തെ അന്യായമായ തടങ്കലിന് ശേഷം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ആശ്വാസകരമാണ്. അപ്പോഴും ഈ പറയുന്ന ആർഷഭാരത സംസ്കാരത്തിനേറ്റ കളങ്കം മായണമെങ്കിൽ ബജ്റംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ ഭരണകൂടം തയ്യാറാകണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും യേശുക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ച അവരുടെയും കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ബജ്റംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ ഭരണകൂടം തയ്യാറാകണം എന്നുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ആർഷഭാരത സംസ്കാരത്തിനേറ്റ കളങ്കം മായാൻ ഈ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കൊടുക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകണം. അങ്ങനെ കേസെടുത്തില്ല എങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ അവർ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് പുറത്തേക്കിറങ്ങും. മതസ്വാതന്ത്ര്യത്തെയും പൗരസ്വാതന്ത്ര്യത്തെയും വിചാരണ ചെയ്യാൻ അവർ വീണ്ടും രംഗത്തിറങ്ങും. ജാമ്യം എന്നത് കേസിലെ സ്വാഭാവിക നടപടി മാത്രമാണ്. കള്ളക്കേസ് റദ്ദാക്കുകയാണ് വേണ്ടത് എന്നുള്ള ആവശ്യം കൂടി ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ജാമ്യം കൊടുത്താൽ മാത്രം പോരാ, ഇത് കള്ളക്കേസാണ്, ഈ കള്ളക്കേസ് റദ്ദാക്കണം എന്നുള്ള ആവശ്യം കൂടി കോടതിയോടും ഭരണകൂടത്തോടും ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെടുകയാണ്. എന്തായാലും 2 കന്യാസ്ത്രീകൾക്ക് 9ാം നാൾ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുമ്പോൾ അവരെ ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടുക്കിയ ആളുകൾ ഇപ്പോഴും പുറത്ത് സ്വതന്ത്രരായിട്ട് വിഹരിക്കുന്നത് നാളെയും അവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനമായിട്ട് മാറും. അതിന് വഴിയൊരുക്കിക്കൂടാ, അതിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു ആഹ്വാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം കൂടി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും 9ാം നാൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത് ആശ്വാസകരമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ധന്യ.